വിവാദമായ വനനിയമ ഭേദഗതി സർക്കാർ ഉപേക്ഷിച്ചു. ഏത് നിയമവും മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ് എന്നാണ് സർക്കാരിന്റെ നിലപാടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഭേദഗതി കൊണ്ടുവരാൻ ശ്രമിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. സർക്കാരിന് ബില്ല് നാണം കെട്ട് പിൻവലിക്കേണ്ടി വന്നു എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതികരണം. വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അമിതാധികാരം നൽകുന്നതായിരുന്നു സർക്കാർ കൊണ്ടുവരാൻ ഉദ്ദേശിച്ച വനനിയമ ഭേദഗതി ബിൽ. വനനിയമങ്ങൾ ലംഘിച്ചാൽ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യാം, വൻതുക പിഴ ഈടാക്കാം തുടങ്ങിയ വ്യവസ്ഥകൾക്കെതിരെ വ്യാപകമായ പ്രതിഷേധം മലയോര മേഖലകളിൽ നിന്ന് ഉയർന്നു വന്നു. മലയോര മേഖലകളിൽ UDF സമരം പ്രഖ്യാപിച്ചു. ഇതെല്ലാം രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാക്കുമെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വനനിയമ ഭേദഗതി ഉപേക്ഷിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. നിയമങ്ങളെല്ലാം മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണെന്നും വന്യജീവി ആക്രമണം തടയാൻ തടസ്സം നിൽക്കുന്നത് കേന്ദ്ര നിയമമാണെന്നും മുഖ്യമന്ത്രി. നിയമ ഭേദഗതി സംബന്ധിച്ച നിർദ്ദേശങ്ങളെക്കുറിച്ച് പല ആശങ്കകളും ഉയർന്നിട്ടുണ്ട്. ഇതിൽ അത്തരം ആശങ്കകൾ പരിഹരിക്കാതെ മുന്നോട്ട് നീങ്ങാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് വ്യക്തമാക്കാനുള്ളത്. വിഷയത്തെ രാഷ്ട്രീയമായി തന്നെ സമീപിക്കുകയാണ് പ്രതിപക്ഷം. ജനവികാരം ശക്തമാകുമെന്ന് കണ്ടാണ് നിയമഭേദഗതി പിൻവലിക്കേണ്ടി വന്നതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. നാണം കെട്ട് വന നിയമ ഭേദഗതി പിൻവലിക്കേണ്ടി വന്നു. കേരളത്തിലെ മലയോര മേഖലയിലെ ജനങ്ങൾക്കെതിരായ ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു. ഇത് ജനങ്ങളുടെ പ്രക്ഷോഭം ശക്തമാകുമെന്ന് കണ്ടിട്ടാണ് ഇത് പിൻവലിക്കേണ്ടി വന്നത്. വനനിയമ ഭേദഗതിയിൽ നിന്ന് പിന്മാറിയ നടപടി സ്വാഗതം ചെയ്ത് കേരള കോൺഗ്രസ് എമ്മും രംഗത്ത് വന്നിട്ടുണ്ട്. തീർച്ചയായും അതിൽ വലിയ സന്തോഷമുണ്ട്. കർഷകർക്കെതിരായിട്ടുള്ള ഇങ്ങനെയുള്ള നിയമങ്ങൾ അത് ഉപേക്ഷിച്ചതിൽ ഏറ്റവും അധികം സന്തോഷമുണ്ട്. മലയോര കർഷകരുടെ ആശങ്കകളെ സർക്കാർ ഗൗരവത്തിലെടുത്തുവെന്നായിരുന്നു ബിഷപ്പ് ജോസഫ് പാംബ്ലാനിയുടെ പ്രതികരണം. ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു സർക്കാരിൻ്റെ നിലപാടായിട്ട് ഇതിനെ വിലയിരുത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുക. വനനിയമ ഭേദഗതി രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ പ്രതിപക്ഷത്തിന് അവസരം കൊടുക്കരുതെന്ന CPM നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സർക്കാരിന്റെ ഈ തീരുമാനം. മീഡിയ 1 തിരുവനന്തപുരം.